നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ എല്ലാം ജീവിതം ഓട്ടപ്പാച്ചിലുകൾ നിറഞ്ഞതാണ്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എന്താണ് നേടാൻ ശ്രമിക്കുന്നത്, എങ്ങോട്ടാണ് നമ്മൾ ഓടുന്നത്? പലപ്പോഴും ചെറിയ പരാജയങ്ങളിൽ നമ്മൾ തളർന്നു പോകും. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ സന്തോഷം കളയുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് കേവലം ഒരു കഥയല്ല, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. നിങ്ങൾ പലരുടെയും ജീവിതവുമായി ഇതിന് എവിടെയൊക്കെയോ സാമ്യം തോന്നാം. അതുകൊണ്ട് ഒട്ടും ധൃതി കൂട്ടാതെ ശാന്തമായി ഈ കഥ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും, തീർച്ച. വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു മലയോര ഗ്രാമത്തിൽ മാധവൻ എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. കഠിനാധ്വാനിയായ ഒരു മൺപാത്ര നിർമ്മാണ തൊഴിലാളിയായിരുന്നു അദ്ദേഹം. വളരെ ദരിദ്രമായ ചുറ്റുപാടിലാണ് ജനിച്ചതെങ്കിലും താൻ ഉണ്ടാക്കുന്ന മൺപാത്രങ്ങളിൽ അദ്ദേഹം തന്റെ ആത്മാവ് സമർപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ വിരിയുന്ന ഓരോ മൺപാത്രവും അത്രമേൽ മനോഹരമായിരുന്നു. മാധവന് ഒരു മകനുണ്ടായിരുന്നു, ആനന്ദ്. ആനന്ദിനെ നല്ല രീതിയിൽ വളർത്താനും വലിയ നിലയിൽ എത്തിക്കാനുമായിരുന്നു മാധവന്റെ ആഗ്രഹം. മകന് വേണ്ടി അദ്ദേഹം രാപ്പകൽ അധ്വാനിച്ചു. ആനന്ദ് മിടുക്കനായിരുന്നു, പഠിക്കാൻ മിടുക്കൻ, സ്നേഹമുള്ളവൻ. പക്ഷേ അവനൊരു വലിയ കുറവുണ്ടായിരുന്നു. മറ്റുള്ളവർ എന്ത് പറയും എന്നതിനെക്കുറിച്ച് അവൻ എപ്പോഴും ആകുലപ്പെട്ടിരുന്നു. ആരെങ്കിലും അവനെക്കുറിച്ച് ഒരു കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയ പരിഹാസം ചൊരിഞ്ഞാൽ അവൻ ദിവസങ്ങളോളം വിഷമിച്ച് നടക്കുമായിരുന്നു. ഒരു പരാജയം ഉണ്ടായാൽ പിന്നെ അതിൽ നിന്നും പെട്ടെന്ന് കയറി വരാൻ അവന് കഴിയുമായിരുന്നില്ല. അവനിലുള്ള ആത്മവിശ്വാസം വളരെ കുറവായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ആനന്ദ് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരു വലിയ നഗരത്തിൽ ജോലിക്ക് കയറി. വലിയൊരു കമ്പനിയിലായിരുന്നു ജോലി. തുടക്കത്തിൽ എല്ലാം നന്നായി പോയി. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നഗരത്തിലെ മത്സരബുദ്ധിയും സഹപ്രവർത്തകരുടെ കുറ്റപ്പെടുത്തലുകളും അവനെ തളർത്താൻ തുടങ്ങി. അവൻ ചെയ്ത ചെറിയ തെറ്റുകൾ പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ചിലർ അവനെ പരിഹസിച്ചു. ഇതോടെ ആനന്ദിന്റെ മനസ്സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവൻ ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കി. ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെയായി. ഒടുവിൽ നിരാശ സഹിക്കവയ്യാതെ അവൻ ജോലി രാജിവെച്ച് തിരികെ ഗ്രാമത്തിലേക്ക്, തന്റെ അച്ഛന്റെ അടുത്തേക്ക് മടങ്ങി. തളർന്നു പോയ മകനെ കണ്ടപ്പോൾ ആ വൃദ്ധനായ അച്ഛന്റെ നെഞ്ചു തകർന്നു. അവൻ മുറിയിൽ തനിച്ചിരുന്ന് കരയുന്നത് മാധവൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അവനെ വഴക്കു പറഞ്ഞില്ല. പകരം അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു വഴി ആലോചിച്ചു. ഒരു ദിവസം രാവിലെ മാധവൻ ആനന്ദിനെ തന്റെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ജോലി സ്ഥലത്തേക്ക് വിളിച്ചു. അവിടെ കളിമണ്ണും വെള്ളവും പാത്രങ്ങൾ ചുട്ടെടുക്കുന്ന ചൂളയുമെല്ലാം ഉണ്ടായിരുന്നു. മാധവൻ ആനന്ദിനോട് പറഞ്ഞു, മകനെ, നീ എനിക്കൊരു സഹായം ചെയ്യണം. ദാ ഈ കളിമണ്ണെടുത്ത് നന്നായി കുഴച്ച് പാകപ്പെടുത്തുക. അച്ഛനെ സഹായിക്കാനായി ആനന്ദ് ആ കളിമണ്ണ് കുഴയ്ക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവന്റെ കൈകൾ മണ്ണിൽ കുതിർന്ന് നന്നായി തളർന്നു. അവൻ ചോദിച്ചു, അച്ഛാ, ഞാൻ ഇത് നന്നായി കുഴച്ചിട്ടുണ്ട്, ഇനി എന്താണ് ചെയ്യേണ്ടത്? മാധവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു വലിയ കളിമൺകട്ട അവന് നൽകിയിട്ട് പറഞ്ഞു, ഇനി നീ ഈ മണ്ണ് 2 ഭാഗങ്ങളാക്കുക. ആദ്യത്തെ ഭാഗം കൊണ്ട് മനോഹരമായ ഒരു കളിമൺ പൂജ ഉണ്ടാക്കുക. രണ്ടാമത്തെ ഭാഗം തൽക്കാലം അവിടെ വെക്കുക. അച്ഛൻ പറഞ്ഞതുപോലെ ആനന്ദ് ചക്രത്തിൽ കളിമണ്ണ് വെച്ച് വളരെ കഷ്ടപ്പെട്ട് ശ്രദ്ധയോടെ മനോഹരമായ ഒരു പൂജ നിർമ്മിച്ചു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ മാധവൻ പറഞ്ഞു, ഇനി നീ ചെയ്യേണ്ടത് ഈ കൂജയെടുത്ത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കുക. എന്നിട്ട് അത് ചൂളയിലിട്ട് ചുടണം. ആനന്ദ് അതും ചെയ്തു. നന്നായി ഉണക്കി തീച്ചൂളയിലിട്ട് ചുട്ടെടുത്തപ്പോൾ ആ കളിമൺ പൂജയ്ക്ക് നല്ല ഉറപ്പും കടും ചുവപ്പ് നിറവും വന്നു. അതിലേക്ക് വെള്ളമൊഴിച്ചാൽ നല്ല തണുത്ത വെള്ളം കിട്ടുമായിരുന്നു. ഇതിനുശേഷം മാധവൻ ആ രണ്ടാമത്തെ കളിമൺ കട്ടയെടുത്തു. അതിനെ ചക്രത്തിൽ വെച്ച് ഒരു സാധാരണ കളിമൺ പാത്രത്തിന്റെ രൂപത്തിലാക്കി. പക്ഷേ അദ്ദേഹം അത് ഉണക്കാനോ തീയിൽ ചുടാനോ സമ്മതിച്ചില്ല. അതും വെറും പച്ചമണ്ണായി തന്നെ ഒരു മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് മാധവൻ മകനെ അരിയിലേക്ക് വിളിച്ചു. അദ്ദേഹം മേശപ്പുറത്തിരുന്ന പച്ചമൺ പാത്രത്തിന്മേൽ തന്റെ കൈവിരലുകൾ കൊണ്ട് ചെറുതായി ഒന്നമർത്തി. ഉടനെ തന്നെ ആ പാത്രത്തിന്റെ രൂപം മാറി. അവിടെ വലിയൊരു കുഴി വീണു. ആനന്ദ് അത് കണ്ട് അത്ഭുതപ്പെട്ടു. തുടർന്ന് മാധവൻ തീയിൽ ചുട്ടെടുത്ത ഉറപ്പുള്ള ആ കളിമൺ പൂജയുടെ മുകളിലേക്ക് ഒരു വലിയ കല്ലെടുത്തിട്ടു.
കല്ല് വന്ന് അടിച്ചിട്ടും ആ കൂജയ്ക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. അത് ഉറപ്പോടെ തന്നെ നിന്നു. ആനന്ദിന് അച്ഛൻ എന്താണ് ചെയ്തതെന്ന് മനസ്സിലായില്ല. അവൻ ചോദിച്ചു, അച്ഛാ, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങൾ. ഒന്നിൽ ചെറിയൊരു വിരലമർത്തിയപ്പോൾ അതിന്റെ രൂപം മാറി. മറ്റൊന്നിലേക്ക് കല്ലെറിഞ്ഞിട്ടും അതിനൊന്നും സംഭവിച്ചില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? മാധവൻ മകന്റെ തോളിൽ കൈവച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു, മകനെ, ഇതാണ് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ ആഗ്രഹിച്ച ജീവിതം. നീയും ഈ കളിമണ്ണും തമ്മിൽ വലിയ വ്യത്യാസമില്ല. നമ്മൾ ജനിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെയാണ്. എന്നാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും മറ്റുള്ളവരുടെ വിമർശനങ്ങളും പരാജയങ്ങളും ഒക്കെയാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത്. അദ്ദേഹം തുടർന്നു, നോക്കൂ, ആ ആദ്യത്തെ പാത്രം, അത് വെയിലേക്ക് വാടിയില്ല, അഗ്നിയിൽ വെന്തുരുകിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാറ്റോ സ്പർശനമോ ഏറ്റപ്പോൾ അതിന്റെ രൂപം മാറിപ്പോയി. അതുപോലെയാണ് നീ ഇപ്പോൾ. നീ ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധികളെയും മറ്റുള്ളവരുടെ വാക്കുകളെയും ഭയന്ന് ഓടി ഒളിക്കുകയാണ്. നീ സ്വയം അഗ്നിപക്വത കൈവരിക്കാത്ത പച്ചമണ്ണാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ചെറിയൊരു വിമർശനം പോലും നിന്റെ മനസ്സിനെ തകർത്തു കളയുന്നത്. എന്നാൽ രണ്ടാമത്തെ പാത്രം നോക്കൂ, അത് കഠിനമായ വെയിൽ കൊണ്ട് തീച്ചൂളയിലെ കഠിനമായ ചൂട് സഹിച്ച് ആ അഗ്നിപരീക്ഷകളെല്ലാം അതിജീവിച്ചതുകൊണ്ടാണ് അതിന് ഈ ഉറപ്പ് ലഭിച്ചത്. ഇപ്പോൾ അതിലേക്കൊരു കല്ല് വന്ന് വീണാൽ പോലും അതിനൊന്നും സംഭവിക്കില്ല. മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് തണുത്ത ജലം നൽകി അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. അച്ഛന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആനന്ദിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവന്റെ ഉള്ളിൽ ഒരു വലിയ വെളിച്ചം വീശുന്ന പോലെ തോന്നി. മാധവൻ പറഞ്ഞു, ജീവിതത്തിൽ ആളുകൾ നിന്നെ വിമർശിക്കും, നിന്നെ തളർത്താൻ നോക്കും, പരാജയങ്ങൾ ഉണ്ടാകും. പക്ഷേ നീ അവയെല്ലാം നിന്നെ തകർക്കാനുള്ള ആയുധങ്ങളായല്ല കാണേണ്ടത്. പകരം നിന്നെ കൂടുതൽ ശക്തനാക്കാനുള്ള തീച്ചൂളകളായി കാണണം. പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുമ്പോഴാണ് നീ ആ കൂജയെ പോലെ ഉറപ്പുള്ളവനാകുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിന്നെ തകർക്കാൻ കഴിയില്ല. അതേ പ്രിയ സുഹൃത്തുക്കളെ, ആനന്ദിന് അന്ന് തന്റെ തെറ്റ് മനസ്സിലായി. അവൻ നഗരത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. പിന്നീട് വന്ന പ്രതിസന്ധികളെയെല്ലാം അവൻ പുഞ്ചിരിയോടെ നേരിട്ടു. കാരണം അവനിപ്പോൾ ആ അഗ്നിപക്വത വന്ന മൺകൂജയെ പോലെ ശക്തനായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത്? ആരെങ്കിലും നമ്മളെക്കുറിച്ച് ഒരു മോശം കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പരാജയം ഉണ്ടായാൽ നമ്മൾ വിഷാദത്തിലേക്ക് വീണുപോകുന്നു. സുഹൃത്തുക്കളെ, ഓർക്കുക, നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ സ്വയം അനുവാദം കൊടുക്കാത്തിടത്തോളം കാലം. ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ കൂടുതൽ ശക്തരാക്കി മാറ്റാനാണ് വരുന്നത്. അവയെ ധീരമായി നേരിടുക. നിങ്ങൾ ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആനന്ദിനെ പോലെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ചിന്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.